ആലത്തൂർ നമ്പി. അഷ്ടവൈദ്യന്മാരിൽ പ്രസിദ്ധനായിരുന്നു ആലത്തൂർ നമ്പി. ബ്രിട്ടീഷ് മലബാറിലെ തൃക്കണ്ടിയൂർ അംഗത്തിലുള്ള ആലത്തൂർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗൃഹം. ഒരു ദിവസം നമ്പി അടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ആലിൻകൊമ്പിൽ 2 പക്ഷികളെ കണ്ടു. കോരുക് കോരുക്. ഇത് സാധാരണ പക്ഷികളാണെന്ന് തോന്നുന്നില്ല. രോഗമില്ലാത്തവനാര് എന്നാണ് പക്ഷികൾ ചോദിക്കുന്നത്. കാലേ ഹിതമിത ഭോജി കൃതചംക്രമണ ക്രമേണ വാമശയ അവി ദ്യതമൂത്ര പുരുഷ സ്ത്രീഷു യഥാത്മച യോ നര സോരുക്. ആവശ്യത്തിന് മാത്രം ഭക്ഷിക്കുന്നവനും ഊണു കഴിഞ്ഞാൽ സ്വൽപ്പം നടക്കുകയും ഇടതുവശം ചെരിഞ്ഞ് കിടക്കുകയും യഥാസമയം മലമൂത്രങ്ങൾ വിസർജിക്കുന്നവനും രോഗമില്ലാത്തവനായിരിക്കും എന്നായിരുന്നു നമ്പി പറഞ്ഞതിനർത്ഥം. 2 ദിവസം കഴിഞ്ഞതും 2 ബ്രാഹ്മണ ബാലന്മാർ നമ്പിയുടെ ഇല്ലത്തെത്തി. ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ച് വൈദ്യശാസ്ത്രം പഠിപ്പിക്കാമോ? അതിനെന്താ, പഠിപ്പിക്കാമല്ലോ. നമ്പി ആ ബാലന്മാരെ വീട്ടിൽ താമസിപ്പിച്ച് വൈദ്യശാസ്ത്രം പഠിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ ആ ബാലന്മാർ മഹാവികൃതികളായിരുന്നു. നമ്പി ഒരു വാക്കിന് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോൾ അവരതിന് പല പല സംശയങ്ങൾ പിന്നെയും ചോദിക്കും. അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ടല്ലോ. അതു ശരിയാണല്ലോ. ശരിക്കും ഇവരെ പഠിപ്പിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഗ്രഹിക്കുകയാണ്. ഇങ്ങനെ 2 ശിഷ്യന്മാരെ കിട്ടിയത് എൻ്റെ ഭാഗ്യം. ഒരു ദിവസം നമ്പി ഇല്ലത്തില്ലാതിരുന്ന സമയം അവരൊരു വികൃതിയൊപ്പിച്ചു. വാ വാ, നമുക്കീ പടിപ്പുരയ്ക്ക് തീയിടാം. ഹ ഹ ഹ, നല്ല രസമായിരിക്കും പടിപ്പുര കത്തുന്നത് കാണാൻ. നിമിഷങ്ങൾക്കുള്ളിൽ നമ്പിയുടെ പടിപ്പുര കത്തിച്ചാമ്പലായി. അദ്ദേഹം വരുന്നുണ്ട്. നമ്മളാണ് തീ വെച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായെന്ന് തോന്നുന്നു. എന്നാൽ ഒന്നും മിണ്ടാതെ നമ്പി നടന്നുപോയി. അദ്ദേഹം നമ്മളോടൊന്നും ചോദിച്ചില്ലല്ലോ. മറ്റൊരു ദിവസം നമ്പിയുടെ അച്ഛൻ്റെ ശ്രാദ്ധദിനം വന്നെത്തി. ബലിച്ചോറുണ്ടാക്കിയിട്ട് അദ്ദേഹം കുളിക്കാൻ പോവുകയാണല്ലോ. കുറച്ചു കഴിഞ്ഞതും ഏതാനും നാടോടികൾ ഇല്ലത്തിൻ്റെ പടിക്കലെത്തി. വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും കഴിക്കാൻ തരണേ. അകത്തേക്ക് വന്നോളൂ, വയറു നിറയെ ആഹാരം തരാം. നമ്പി ഉണ്ടാക്കി വെച്ചിരുന്ന ബലിച്ചോറെടുത്ത് ബാലന്മാർ നാടോടികൾക്ക് കൊടുത്തു. നമ്പി കുളിച്ചിട്ട് വന്നതും, നാടോടികൾ ഞാനുണ്ടാക്കിയ ബലിച്ചോറാണല്ലോ കഴിക്കുന്നത്. നമ്പി കുട്ടികളോട് ദേഷ്യപ്പെട്ടില്ല. പകരം വേറെ ചോറുണ്ടാക്കി ശ്രാദ്ധം കഴിച്ചു. പിന്നൊരിക്കൽ, ഞാനൊരു രോഗിയെ നോക്കാൻ ഒരിടം വരെ പോവുകയാ. നിങ്ങളും കൂടെ വരുന്നു? ഉവ്വ്, അങ്ങയോടൊപ്പം ഞങ്ങളും വരാം. ഈ പുഴ കടന്ന് 2 നാഴിക നടക്കണം. ഹിഹി, നല്ല രസം തന്നെ. അയ്യോ എൻ്റെ ഭഗവാനേ. നമ്പി ഒരു വിധത്തിൽ നീന്തി കരയ്ക്കു കയറി. അത്ഭുതം, അദ്ദേഹം നമ്മോട് ദേഷ്യപ്പെടുന്നില്ലല്ലോ. ഒന്നും ചോദിക്കാതെ നമ്പി കുട്ടികളോടൊപ്പം യാത്ര തുടർന്നു. ഒരു തലവേദനക്കാരൻ ഇടയ്ക്കിടെ നമ്പിയെ കാണാൻ വരാറുണ്ടായിരുന്നു. അങ്ങുന്നേ, തലവേദന സഹിക്കാൻ വയ്യ, എന്തെങ്കിലും മരുന്ന് തരൂ. നമ്പി മരുന്നു നൽകി. ഇപ്പോൾ ആശ്വാസമായില്ലേ? ഉവ്വ് തിരുമേനി. എന്നാൽ അടുത്ത ദിവസം അയാൾ വീണ്ടും വന്നു. നമ്പി അപ്പോൾ ഇല്ലത്ത് ഇല്ലായിരുന്നു. അയ്യോ, ഞാനിവിടെ കിടന്ന് മരിക്കും. തലവേദനയ്ക്ക് ഒരു കുറവുമില്ലേ? അതു കണ്ട് ബാലന്മാർ പുറത്തുപോയി എന്തോ പച്ചിലകളും പറിച്ചുകൊണ്ട് വന്നു. രോഗിയെയും കൂട്ടി അവർ അകത്തു കയറി വാതിലടച്ചു. അവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം, വാ. അവർ പച്ചമരുന്ന് തിരുമ്മി പിഴിഞ്ഞ് അയാളുടെ തലയിൽ പുരട്ടി. എന്നിട്ട് തലയിലെ തൊലി ഇളക്കിയെടുത്തു. തലയിലെ ഈ ചെറിയ പ്രാണികളാണ് തലവേദനയ്ക്ക് കാരണം. എല്ലാം പിഴുതെടുത്തു. ഇനി തലവേദനയുണ്ടാകില്ല. സമാധാനമായി പൊയ്ക്കൊള്ളൂ. വളരെ നന്ദി.
നമ്പി വന്നപ്പോൾ മക്കൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ ബാലന്മാർ നിസ്സാരക്കാരല്ല, സംശയമില്ല. അവർ ദൈവവൈദ്യന്മാരായ അശ്വിനി ദേവകൾ തന്നെ. നമ്മളെ പറ്റിയുള്ള രഹസ്യം അദ്ദേഹം മനസ്സിലാക്കിയെന്നു തോന്നുന്നു. ബാലന്മാർ നമ്പിയുടെ അടുത്തെത്തി. ഞങ്ങൾ ഇവിടെ താമസിച്ച് പലതും പഠിച്ചു. അങ്ങയെ പല വിധത്തിലും ഞങ്ങൾ ഉപദ്രവിച്ചു. ഞങ്ങൾക്ക് മടങ്ങാൻ സമയമായിരിക്കുന്നു. പ്രതിഫലം നൽകാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ചെറിയൊരു ഗ്രന്ഥം അവർ നമ്പിയുടെ നേർക്കു നീട്ടി. എങ്കിലും ഇത് ഇരിക്കട്ടെ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതിനാൽ ഇടതുകൈ കൊണ്ടാണ് നമ്പി അത് സ്വീകരിച്ചത്. ബാലന്മാരെ യാത്രയാക്കാൻ നമ്പി പിന്നാലെ ചെന്നു. എന്നിട്ട്, ബാലന്മാരെ, എനിക്കൊരു സംശയം. നിങ്ങൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ആയുർവേദത്തിൻ്റെ പ്രസിദ്ധിയും ഫലസിദ്ധിയും വർദ്ധിപ്പിക്കാൻ. അപ്പോൾ പടിപ്പുരയ്ക്ക് തീയിട്ടതോ? ആ സമയം ഇല്ലത്തിന് അഗ്നിബാധയുണ്ടാവാനുള്ള യോഗമുണ്ടായിരുന്നു. ആ ദോഷം പടിപ്പുര കത്തുന്നതോടെ മാറട്ടെ എന്ന് കരുതി. ഞാൻ ശ്രാദ്ധത്തിന് വെച്ച ചോറ് നാടോടികൾക്ക് നൽകിയതോ? നാടോടികളായി വന്നത് സത്യത്തിൽ പിതൃക്കളായിരുന്നു. ശ്രാദ്ധത്തിൻ്റെ സമയം കഴിഞ്ഞതിനാൽ അവർ ആ രൂപത്തിൽ വന്നതാണ്. ഇനിയും വൈകി അവർ ശപിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. എങ്കിൽ പുഴയിൽ തള്ളിയിട്ടതോ? ആ സമയം പുഴയിൽ ഗംഗയുടെയും യമുനയുടെയും സരസ്വതിയുടെയും സാന്നിധ്യമുണ്ടായിരുന്നു. അവിടെ സ്നാനം ചെയ്താൽ ത്രിവേണി സംഗമത്തിൽ മുങ്ങുന്ന ഫലം സിദ്ധിക്കുമായിരുന്നു. അത്രയും പറഞ്ഞിട്ട് ബാലന്മാർ അവിടെയുള്ള ആൽത്തറയിൽ കയറി. അടുത്ത നിമിഷം അവർ അദൃശ്യരായി. ആ ആൽത്തറയിൽ പത്മമിട്ട് ആലത്തൂർ നമ്പി അശ്വിനി ദേവകളെ പൂജിച്ചു. ആ സമയത്ത് സർപ്പശ്രേഷ്ഠനായ സാക്ഷാൽ തക്ഷകന് കലശലായ ഉദരരോഗം പിടിപെട്ടു. ഹോ, എന്തൊരു വയറുവേദന! നാഗവൈദ്യന്മാർ ചികിത്സിച്ചിട്ട് ഒരു ഭേദവുമില്ല. ആലത്തൂർ നമ്പി ചികിത്സിച്ചാൽ ഏതു രോഗവും ഭേദമാവും. ഓഹോ, എത്രയും വേഗം ഭൂമിയിലെത്തി നമ്പിയെ അഭയം പ്രാപിക്കാം. തക്ഷകൻ ഉടനെ ബ്രാഹ്മണവേഷം ധരിച്ച് നമ്പിയുടെ മുന്നിലെത്തി. മഹാത്മൻ, ഉദരവേദന സഹിക്കാനാവുന്നില്ല. വരൂ, നോക്കട്ടെ. നമ്പി ഒരു മരുന്ന് കൊടുത്തു. ഹാവൂ, എന്തൊരു ആശ്വാസം! വേദന മാറി. അങ്ങേക്ക് പോകാം. ഇനി ഈ ദീനം ഒരിക്കലും ഉണ്ടാകില്ല. എൻ്റെ രോഗം ശമിപ്പിച്ച അങ്ങയെ വഞ്ചിക്കുന്നത് ശരിയല്ലല്ലോ. സത്യത്തിൽ ഞാൻ മനുഷ്യനല്ല, തക്ഷകൻ എന്ന സർപ്പമാണ്. ഞാനിതാ അങ്ങയെ അനുഗ്രഹിക്കുന്നു. അങ്ങ് എനിക്ക് ഇടതുകൈ കൊണ്ട് അല്ലേ മരുന്ന് നൽകിയത്? ഈ ഇല്ലത്തുള്ളവർ ഇനി ഇടതുകൈ കൊണ്ട് നൽകുന്ന മരുന്നിന് ഫലം കൂടുതലുണ്ടാകും. മാത്രമല്ല, ഇവിടെ എന്നും ഒരാൾക്കെങ്കിലും സർപ്പദൃഷ്ടി ഉണ്ടായിരിക്കും. അത്രയും പറഞ്ഞ് ബ്രാഹ്മണവേഷധാരിയായ തക്ഷകൻ യാത്രയായി. മറ്റൊരു ദിവസം അടിയൻ നമ്പി അദ്ദേഹത്തെ കാണാൻ വന്നതാണ്. പാമ്പുമ്മയ്ക്കാട്ടെ കാര്യസ്ഥനാണ്. അവിടുത്തെ തിരുമേനിക്ക് കലശലായ ദീനം അങ്ങൊന്ന് പരിശോധിക്കണം. മനസ്താപം വേണ്ട, ഞാൻ കൂടെ വരാം. നമ്പി പാമ്പുമ്മേക്കാട്ടിലെത്തി ചികിത്സ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം പാമ്പുമ്മേക്കാട്ടെ തിരുമേനിയും നമ്പിയും നേരമ്പോക്കുകൾ പറഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഭയങ്കരനായ ഒരു സർപ്പം അവിടേക്കെത്തി. അയ്യോ, ശിവ ശിവ, അത് എൻ്റെ നേർക്കാണല്ലോ വരുന്നത്. പരിഭ്രമിക്കേണ്ട നമ്പി, അവൻ അങ്ങയെ ഒന്നും ചെയ്യില്ല. സർപ്പം ഇഴഞ്ഞ് തിരുമേനിയുടെ മടിയിൽ കയറിയിരുന്നു. എന്നിട്ട് നമ്പിയുടെ നേരെ തല നീട്ടി. ഞേ, എന്താ ഇത്? നമ്പി അവിടെ ഇരിക്കൂ. ഇതിന് കാര്യമായി എന്തോ സൂക്കേടുണ്ട്. അത് നമ്പിയെ കാണിക്കാൻ തല നീട്ടിയതാണ്. നമ്പി സർപ്പത്തെ സൂക്ഷിച്ചു നോക്കി. ശരിയാണല്ലോ, ഇതിൻ്റെ തലയിൽ അല്പം നീരുണ്ടല്ലോ. നമ്പി ധൈര്യത്തോടെ സർപ്പത്തിൻ്റെ തലയിലെ നീരു കീറി. കണ്ടില്ലേ, ഒരു ഇല്ലിമുള്ള് തറഞ്ഞിരിപ്പുണ്ടായിരുന്നു. മുള്ളെടുത്ത ശേഷം കുറച്ച് മരുന്നു പുരട്ടി നമ്പി സർപ്പത്തെ വിട്ടയച്ചു.
ചികിത്സ കഴിഞ്ഞ് മടങ്ങിപ്പോയ നമ്പി പിന്നീട് ഒരു ദിവസം പാമ്പുമേക്കാട്ട് ഇല്ലത്തെത്തി. ഞാൻ അന്ന് ചികിത്സിച്ച സർപ്പമല്ലേ ആ വരുന്നത്? ഇഴഞ്ഞു വന്ന സർപ്പം ഒരു മാണിക്യക്കല്ല് നമ്പിയുടെ മുന്നിലിട്ടു. നമ്പി ആ മാണിക്യക്കല്ലുമായി അവിടെ നിന്നും മടങ്ങി. അക്കാലത്ത് പണ്ഡിതനായ ഒരു ബ്രാഹ്മണ യുവാവിന് കുഷ്ഠരോഗം പിടിപെട്ടു. ഭഗവാനെ, എന്തൊരു ദുർവിധിയാണിത്! പല വൈദ്യന്മാരും അദ്ദേഹത്തെ ചികിത്സിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. ആലത്തൂർ നമ്പി കേമനാണ്, ഒന്ന് പോയി കണ്ടുകൂടെ? ബ്രാഹ്മണൻ നമ്പിയെ സന്ദർശിച്ച് സങ്കടം പറഞ്ഞു. മാർഗമുണ്ട്. ദീനം ഭേദമാവാൻ മുന്നാഴി പെരുമ്പാമ്പിൻ നെയ്യ് സേവിക്കണം. എന്ത്? സദാ ഈശ്വരനാമം ജപിക്കുന്ന നാവുകൊണ്ട് പെരുമ്പാമ്പിൻ നെയ്യ് സേവിക്കാനോ? അല്ലാതെ ആരു വിചാരിച്ചാലും അസുഖം മാറില്ല. ഇല്ല, ബ്രാഹ്മണനായ ഞാൻ അങ്ങനെയൊരു പാതകം ചെയ്യില്ല. അയാൾ നിരാശയോടെ മടങ്ങി. ഇനി ചമ്രവട്ടത്ത് ശാസ്താവ് മാത്രമേ അഭയമുള്ളൂ. അയാൾ ചമ്രവട്ടത്ത് ശാസ്താവിനെ ഭജിക്കാൻ തുടങ്ങി. 12-ാം ദിനം രാത്രിയിൽ ഉറക്കത്തിനിടയിൽ, ധർമ്മശാസ്താവേ, ഈ ഉള്ളവന്റെ ദീനം മാറ്റിയാലും? ഭക്ത, വിഷമിക്കേണ്ട, നിന്റെ ദീനം മാറുക തന്നെ ചെയ്യും. പുഴയിൽ കുളിക്കുമ്പോൾ സന്ധ്യാവന്ദനം കഴിഞ്ഞാലുടനെ പുഴയിൽ നിന്ന് 3 കുടന്ന വെള്ളം എടുത്ത് കുടിക്കണം. അങ്ങനെ 40 ദിവസം സേവിച്ചാൽ അസുഖം ഭേദമാവും. പിറ്റേന്നു മുതൽ അയാൾ കുളി കഴിഞ്ഞ ശേഷം പുഴയിലെ 3 തുടം വെള്ളം സേവിക്കാൻ തുടങ്ങി. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. അത്ഭുതം! എൻ്റെ അസുഖം പൂർണ്ണമായും മാറി. ചമ്രവട്ടത്ത് ശാസ്താവ് തുണച്ചു. പെരുമ്പാമ്പിൻ്റെ നെയ്യ് സേവിക്കാതെ ദീനം മാറില്ലെന്നല്ലേ നമ്പി പറഞ്ഞത്? ഒന്ന് പോയി നമ്പിയെ കാണാം, അദ്ദേഹം ലജ്ജിക്കും. അയാൾ ആലത്തൂർ ഇല്ലത്തെത്തി നമ്പിയെ കണ്ട് വിവരം പറഞ്ഞു. സന്തോഷമായി. എങ്കിലും അങ്ങ് വെള്ളം സേവിച്ച പുഴയൊന്ന് കാണിച്ചു തന്നാലും? എൻ്റെ ഒപ്പം വരൂ. ഇവിടെയാണ് ഞാൻ പതിവായി സ്നാനം ചെയ്തിരുന്നത്. നമ്പി അയാളെയും കൂട്ടി മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരം ചെന്നു. വരൂ, നമുക്ക് പുഴക്കരയിലൂടെ കുറച്ച് നടക്കാം. നോക്കൂ, അതാ ഒരു പെരുമ്പാമ്പ് ചത്ത് ചീഞ്ഞു കിടക്കുന്നു. ഈ പെരുമ്പാമ്പിൻ്റെ നെയ്യോടു കൂടിയ വെള്ളമാണ് നമ്പൂതിരി പതിവായി സേവിച്ചിരുന്നത്. 3 ഇടങ്ങളിൽ നെയ്യ് സേവിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ നമ്പൂതിരി ഇപ്പോൾ അതിലധികം നെയ്യ് സേവിച്ചിരിക്കുന്നു. എന്നോട് ക്ഷമിക്കൂ. വൈദ്യശാസ്ത്രത്തിലുള്ള അങ്ങയുടെ അറിവ് അപാരം തന്നെ. നമ്പിയെ വണങ്ങിയ ശേഷം ബ്രാഹ്മണൻ മടങ്ങിപ്പോയി.